ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേനോനാണെങ്കിൽ തൻ്റെ കുഞ്ഞിൻ്റെ മേലെയുള്ള അവകാശം മറ്റാരും ചോദിച്ചു വരാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അങ്കിതയാണ് കുഞ്ഞിനെ പ്രസവിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള രേഖകൾ ഉണ്ടാക്കാനായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാത്തിനും ഒടുവിൽ മദ്യപിക്കാനായിട്ട് മേനോനും പ്രതാപനും കൂടി ഇരിക്കുകയാണ്. എന്നിട്ട് മേനോനാണെങ്കിൽ കുറച്ച് കുടിച്ചതിന് ശേഷം തൻ്റെ മനസ്സ് തുറക്കുകയാണ്. എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടോ, എന്താണെന്ന് ഇങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ എൻ്റെ കുടുംബം നിലനിർത്താനായിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞ് വന്നിരിക്കുന്നു, അതും എൻ്റെ ചോരയിൽ. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യമാണ് നടന്നിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് പ്രതാപനും ഒത്തിരി സന്തോഷമാവുകയാണ്. എന്തായാലും ഈ സമയത്താവട്ടെ തൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. ആ ഒരു ദിവസവും വന്നെത്തുന്നു. ആരെയും ക്ഷണിക്കാതെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി. അവിടെ ചന്ദ്രമോഹൻ മാത്രമാണ് അതിഥിയായിട്ട് എത്തുന്നത്. തുളസിയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്നും തന്നെ സഹകരിക്കുന്നില്ല. അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ മീനാക്ഷിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നീട് നൂല് കെട്ടുന്ന സമയത്ത് കുഞ്ഞിന് വളയൊക്കെ ഇടുന്നുണ്ട് പ്രസന്ന. ആ കാര്യങ്ങളൊക്കെ തന്നെ പകർത്തുകയാണ് ക്യാമറയിൽ ചന്ദ്രമോഹൻ ചെയ്യുന്നത്. എന്നിട്ട് മേനോന് ആ കാര്യങ്ങളൊക്കെ തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോസ്. അതിനുശേഷം കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇത് മേനോൻ സാർ തന്നതാണ്, ഇവളെ എത്രയും പെട്ടെന്ന് മേനോൻ സാർ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകും. അപ്പോൾ മീനാക്ഷി ഈ പറയുന്ന തുളസിയേട്ടനും താനടക്കമുള്ള എല്ലാവരും അവളെ ഒരു നോക്ക് കാണാനായിട്ട് ഒരു പക്ഷേ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ മീനാക്ഷിയുടെ മുഖമാണെങ്കിൽ ആകെ വാടിപ്പോകുന്നു. താൻ പ്രസവിച്ച് തൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥ, അത് ഏതൊരമ്മയ്ക്കും സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറത്താണ്. ആ ഒരു അവസ്ഥ അവൾ ആലോചിക്കുകയാണ്. അപ്പോൾ പിന്നീട് ചന്ദ്രമോഹനാണെങ്കിൽ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അതായത് മേനോനാണെങ്കിൽ കുഞ്ഞിനെ കാണണമെന്ന് ചന്ദ്രമോഹനോട് പറഞ്ഞു വിടുകയാണ്. അക്കാര്യം മീനാക്ഷിയോട് പറയുമ്പോൾ മീനുവിനാണെങ്കിൽ ഇപ്പോൾ പേടിയാണ് തോന്നുന്നത്. തൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാനായിരിക്കുമോ എന്നൊക്കെ അവൾക്ക് ഭയം തോന്നുന്നു. എന്തായാലും മീനാക്ഷിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നാളത്തെ കിടന്ന എപ്പിസോഡിനായിട്ട് ബൈ.